أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما ننسخ من آية أو ننسها نأت بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 107-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: ഏതെങ്കിലും ഒരു സന്ദേശം നാം ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിസ്മൃതമാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമോ തത്തുല്യമോ ആയത് നാം കൊണ്ടുവരുന്നതാണ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാണെന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ഇതിൻ്റെ വിശദീകരണത്തിൽ ഖൈഫത്തുൽ മസിസാനി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു: ഇപ്പോൾ ലോകത്ത് നിലവിലുള്ള വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് പോലും മൻസൂഖ് ചെയ്യപ്പെട്ടതായിട്ടില്ല. മാത്രമല്ല, അത് ഇപ്പോൾ ഏതൊരു രൂപത്തിലാണ് നിലനിൽക്കുന്നത് അത് പൂർണ്ണവും അന്യൂനവുമാണ്. മുഴുവൻ ശത്രുക്കളും ഒരുമിച്ച് ചേർന്ന് അതിൽ ഭിന്നതകളുണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിച്ചാലും അവർക്കതിന് സാധിക്കുകയില്ല. അഥവാ എതിരാളികളായിട്ടുള്ളവരിൽ നിന്ന് അറിവുള്ള ആരെങ്കിലും അതിൽ ഭിന്നതകളുണ്ടെന്ന് തെളിയിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അതിനെ ഖണ്ഡിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ്. പറയുന്നു, ഈ ആയത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം ദൈവിക അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നിയമമുള്ളത് ചിലപ്പോൾ അതായത് ആ ദൈവിക അധ്യാപനങ്ങൾ അതിൻ്റെ ആവശ്യം നിറവേറ്റുന്നതായിരിക്കും. എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ അത് എടുത്തു കളഞ്ഞ് അതിന് പകരം പുതിയ ആകാശീയ പദ്ധതികൾ കൊണ്ടുവരേണ്ട അവസ്ഥയിലായിരിക്കും അത്. കാരണം അത് പ്രാവർത്തിക യോഗ്യമായിരിക്കുകയില്ല. പ്രാവർത്തിക യോഗ്യമല്ലാതായിത്തീരുന്നത് ഒന്നെങ്കിൽ അത് ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കുകയില്ല, അല്ലെങ്കിൽ അതിൽ കൈകടത്തലുകൾക്ക് വിധേയമായി അതിൽ മാറ്റിത്തിരുത്തലുകൾ സംഭവിച്ചിട്ടുണ്ടാകും. അത്തരം ഘട്ടത്തിൽ അത് എടുത്തു കളഞ്ഞ് അതിന് പകരം പുതിയ ആകാശീയ അതായത് ദൈവിക പദ്ധതി കൊണ്ടുവരേണ്ട അവസ്ഥയിലായിരിക്കും അത്. ചിലപ്പോൾ ജനങ്ങൾ ചില അധ്യാപനങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും. അത്തരം അവസ്ഥയിൽ ആ പദ്ധതി വീണ്ടും ലോകത്ത് നടപ്പിലാക്കേണ്ടതായി വരും. അവ രണ്ടും ചെയ്യാൻ കഴിവുള്ളവനാണ് അള്ളാഹു. പറയുന്നു, അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആധിപത്യം അള്ളാഹുവിനാണെന്ന് നിനക്കറിയുകയില്ലേ? അവൻ പുതിയ ഒരു ഭൂമിയും ആകാശവും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ്. അതായത് പുതിയ ആകാശീയ പദ്ധതി ഭൂമിയിൽ നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലെ അവിശ്വാസികൾ ഭയപ്പെട്ടിരുന്നത് അവരുടെ ചിന്തകൾക്ക് വിപരീതമായി പുതിയ കാര്യങ്ങളാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിക്കുന്നത് എന്നതിനാലായിരുന്നില്ല, മറിച്ച് വിശുദ്ധ ഖുർആന്റെ ഭരണം നടപ്പിലാക്കപ്പെടുമോ എന്നതായിരുന്നു. അതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നു, അവനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധികാരം. അവൻ ലോകത്ത് പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ആർക്കാണ് സാധിക്കുക? അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഖുർആന്റെ അധ്യാപനവും എടുത്തു കളഞ്ഞ് പുതിയ അധ്യാപനം സ്ഥാപിക്കപ്പെടേണ്ടതായി വരുമോ എന്ന ചോദ്യം ഉദിക്കാം. അതിനുള്ള മറുപടി വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണ്. അതായത് നാമാണ് ഈ സന്ദേശത്തെ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സംരക്ഷിക്കും എന്നതിൽ നിന്നും വ്യക്തമാകുന്നത് അത് വരും കാലങ്ങളിലും മറ്റുള്ള എല്ലാ അധ്യാപനങ്ങളെക്കാളും മികച്ചു നിൽക്കുന്നതായിരിക്കുമെന്നതാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഏതൊരു അധ്യാപനമാണോ നാം മൻസൂഖ് ചെയ്യുന്നത് അതിനേക്കാൾ ഉത്തമമായത് നാം കൊണ്ടുവരുമെന്നതാണ്. എന്നാൽ ഏതൊരു അധ്യാപനം മൻസൂഖ് ചെയ്യപ്പെടുന്നില്ലയോ അതിനർത്ഥം അതിനേക്കാൾ ഉത്തമമായത് മറ്റൊന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം വരുന്നില്ല, അതിനെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല, മറിച്ച് അതിൽ നിന്നും ഉത്തമമായ അധ്യാപനമായി തന്നെ നിലനിൽക്കുന്നതാണ്. അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രേഷ്ഠവും മഹത്തരവുമായ അധ്യാപനങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്നതുപോലെ തന്നെ ലോകത്തു നിന്ന് വിസ്മൃതമായ അധ്യാപനങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനും കഴിവുള്ളവനാണ് അവൻ എന്നതാണ്. ബഖ്തെ നസർ ബൈത്തുൽ മുഖദ്ദസ് ആക്രമിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാ പുരാതന ഏടുകളും നശിപ്പിച്ചുവെന്ന് യഹൂദികൾ തന്നെ അംഗീകരിച്ച കാര്യമാണ്. അത്തരം അവസരത്തിൽ ആ നശിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ ആർക്കാണ് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുക? അതുപോലെ
കൺഫ്യൂഷ്യസിന്റെ നഷ്ടപ്പെട്ട അധ്യാപനം ആർക്കാണ് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുക? അത് അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാതെ യഹൂദികൾ ഒന്നടങ്കം പരിശ്രമിച്ചാലും നഷ്ടപ്പെട്ടു പോയ തൗറാത്തിന്റെ ഭാഗങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ കൺഫ്യൂഷ്യസ് മതത്തിൽ വിശ്വസിക്കുന്നവർ ശ്രമിച്ചാലും അവരുടെ അധ്യാപനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അവൻ തന്നെ അത് കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെയാണ് അത് കൊണ്ടുവന്നത്. അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അതിലൂടെ അവൻ തെളിയിച്ച് കാണിക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആൻ യഹൂദികൾക്ക് എതിരെ ഉന്നയിക്കുന്ന മറ്റൊരു വാദം അല്ലെങ്കിൽ ആക്ഷേപം, നിങ്ങളുടെ വേദഗ്രന്ഥം വിസ്മൃതമായിരുന്നു, എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അതിനെ വീണ്ടും ലോകത്ത് തിരിച്ചു കൊണ്ടുവന്നതെന്നാണ്. അതിൽ വിശ്വസിക്കാതെ ഒഴിഞ്ഞു മാറാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപനത്തിൽ തന്നെ വിശ്വാസമില്ല എന്നാണ്. അപ്രകാരം നിങ്ങൾ നിങ്ങളുടെ അധ്യാപനത്തെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഉത്തമമായ അധ്യാപനമാണ് ഇത്. ഇതിൽ മനുഷ്യന്റെ എല്ലാ വികാര വിചാരങ്ങളെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും സാമൂഹികവും രാഷ്ട്രീയവുമായ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അധ്യാപനങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ സസന്തോഷം സ്വീകരിക്കുകയാണ് വേണ്ടിയിരുന്നത്. നുബുവത്ത് ബനി ഇസ്രായേലിനു പകരം ബനി ഇസ്മായിലിന് ലഭിച്ചതിൽ യഹൂദികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ തൗറാത്തിന് പകരം വിശുദ്ധ ഖുർആൻ അവതരിച്ചതിനെയും അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ അള്ളാഹു പറയുന്നു, അവരുടെ അധ്യാപനത്തെക്കാൾ ഉത്തമമായ അധ്യാപനം, അതായത് വിശുദ്ധ ഖുർആൻ കൊണ്ടുവരാനും അവരുടെ പ്രവാചകൻ, അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ഉത്തമമായ പ്രവാചകനെ, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കൊണ്ടുവരാനും കഴിവുള്ളവനാണ് ഞാൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.